ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്നത് കോട്ടയത്തുള്ള കുറവിലങ്ങാട് പള്ളിയിൽ പോകാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ചരിത്രപ്രസിദ്ധമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി. ഞങ്ങൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും കുറവിലങ്ങാട് പള്ളിയിൽ പോകുന്നത് പതിവാണ്. അപ്പൊ ഇത്തവണ പോകുന്നതിന്റെ വിശേഷങ്ങളാണ്. 2 പള്ളികളാണ് കേട്ടോ അവിടെ ഉള്ളത്. മാതാവിന്റെ പേരിലാണ് പള്ളി അറിയപ്പെടുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഈ കുറവിലങ്ങാട് മണ്ണിലാണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. കുറവിലങ്ങാട് മലമുകളില് ആട് മേയ്ക്കുന്നതിനിടയിൽ വിശന്നു വലഞ്ഞ 3 കുട്ടികൾക്കാണ് കന്യകമറിയം മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. കല്ല് അപ്പമാക്കി നൽകുകയും ഒരു അത്ഭുത നീരുറവ തെളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര കഥ. ഈ കാണുന്നത് പള്ളിക്കുള്ളില് മേൽക്കൂരയില് ആ ഒരു ദൃശ്യം വരച്ചിരിക്കുന്നതാണ്. ഭയങ്കര രസമാട്ടോ ഈ വര നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ പള്ളിക്കകവും ഭയങ്കര മനോഹരമാണ്. ഇത് താഴത്തെ പള്ളിയാണ് കേട്ടോ. ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മുകളിലത്തെ പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് മണിമാളികയൊക്കെ കാണാനായിട്ട് ഇറങ്ങി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിമണികളാണ് ഇവിടെ ഉള്ളത്. 3 മണികളാണ് ഉള്ളത്. സപ്തസ്വരങ്ങൾ വായിക്കാൻ കഴിയുന്ന ഈ മണികള് ചവിട്ടിയാണ് അടിക്കുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റുകളും പിന്നെ ഓരോ മണികൾക്കുള്ള പേരുകളും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ പള്ളിയുടെ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴത്തെ പള്ളിയും ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് മണിമാളിക. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വായിച്ച് മാത്തുക്കുട്ടൻ അപ്പച്ചൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് താഴേക്ക് ഇറങ്ങി. അവിടെയാണ് മാതാവ് തെളിച്ച് നൽകിയ അത്ഭുത നീരുറവ ഉള്ളത്. താഴേക്ക് ഇറങ്ങി വരുമ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളും വർഷങ്ങളും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടൊരു ബോർഡ് പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നും കാണുന്നതിനെ പറ്റിയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ അമ്മച്ചി പിള്ളേർക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കുറവിലങ്ങാട് മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് ദൈവാലയം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൃശ്യമാണ്. മാതാവ് തെളിച്ച് നൽകിയ അത്ഭുത നീരുറവയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആ ഉറവയുള്ളത്. ഉറവയ്ക്ക് ചുറ്റും ആൾക്കാർ പ്രദക്ഷിണം വെക്കുകയും മുട്ടിൽ നീന്തി നേർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഉറവ. ഈ ഉറവയിൽ നിന്നുമുള്ള വെള്ളം സൈഡിൽ പൈപ്പ് വഴി എടുത്ത് കുടിക്കാതെ നമ്മളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ച് താഴേക്ക് പിള്ളേരെ കപ്പല് കാണിക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ ഒരു കപ്പല് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പള്ളിക്ക് കപ്പലോട്ടപ്പള്ളി എന്നും പേരുണ്ട് കേട്ടോ. ഇവിടുത്തെ 3 നോമ്പിന് നടക്കുന്ന പെരുന്നാളിന് കപ്പൽ പ്രദക്ഷിണം ഉണ്ട്. അതിനെടുക്കുന്ന കപ്പലാണിത്. കടപ്പൂർ നിവാസികളാണ് ഈ കപ്പല് എടുക്കുന്നത്. ഈ ഡീറ്റെയിൽസും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്ന് പള്ളിയിൽ പോയതിന്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.